നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ്. സംസ്ഥാനത്തെ സാഹചര്യങ്ങളിലേക്ക് വന്നാൽ മനുഷ്യ വന്യജീവി സംഘർഷം വീണ്ടും ഉണ്ടാകുകയാണ്. 2 ദിവസം മുമ്പാണ് വയനാട് പുത്തുമലയിൽ ഭർത്താവിനൊപ്പം ബൈക്കിൽ യാത്ര ചെയ്ത സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നത്. അതിനുശേഷം ഇന്നിതാ വീണ്ടും അത്തരത്തിലുള്ളൊരു സംഭവം തൃശ്ശൂർ അതിരപ്പള്ളിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നു. കാട്ടാന വയോധികനെ ചവിട്ടിക്കൊന്നു എന്നുള്ള വാർത്ത. എങ്ങനെയാണ് ഈ മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുക? എന്തൊക്കെ ഇടപെടൽ സർക്കാരിന് ഇതിന് ചെയ്യാനാകും? അങ്ങനെ ചോദ്യങ്ങൾ നിരവധിയുണ്ട്. സ്വാഭാവികമായും ഇടപെടൽ ഉണ്ടാകണം. സാധാരണ മനുഷ്യൻ്റെ ജീവന് നമ്മൾ വില നൽകിയേ മതിയാവും. ഈ ദിവസത്തെ വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് മനുഷ്യ വന്യജീവി സംഘർഷം തുടർക്കഥയാകുന്നു. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാൻ വയോധികനെ ചവിട്ടിക്കൊന്നു. മരിച്ചത് വൈശ്ശേരി സ്വദേശി മോഹനൻ. ആക്രമണം പുലർച്ചെ 2:30 കൃഷിയിടത്തിലിറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കവേ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 1 മുതൽ 5 വരെയുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് ഉത്തരവ്. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി ഉൾപ്പെടെ 6 പേർ കൂടി പിടിയിൽ. അറസ്റ്റിലായവരുടെ എണ്ണം 25ആയി. മുതിർന്ന CPM നേതാവും കോഴിക്കോട് മുൻ മേയറുമായ TP ദാസൻ അന്തരിച്ചു. മരണം വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന്. മുതിർന്ന കോൺഗ്രസ് നേതാവും MP-യുമായിരുന്ന KP ധനപാലൻ അന്തരിച്ചു. വിയോഗം കൊച്ചിയിൽ ഇന്ന് പുലർച്ചെ. ഇന്നലെ അന്തരിച്ച മുൻമന്ത്രി TU കുരുവിളയുടെ ഭൗതികദേഹം വൈകിട്ട് 4 മണി മുതൽ കോതമംഗലത്തെ വസതിയിൽ പൊതുദർശനത്തിന് വയ്ക്കും. സംസ്കാരം ഞായറാഴ്ച. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ട്. പാർലമെന്ററി പാർട്ടി യോഗം വൈകിട്ട് 4-ന്. സിദ്ധരാമയ്യയും ഹൈക്കമാൻഡ് പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസം കൂടി കനത്ത മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം. IPL ഫൈനലിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സ് പോരാട്ടം. മത്സരം നാളെ അഹമ്മദാബാദിൽ. ഗുജറാത്തിന്റെ ഫൈനൽ പ്രവേശനം രാജസ്ഥാനെ 7 വിക്കറ്റിന് തകർത്ത്. തുടക്കത്തിൽ സൂചിപ്പിച്ച വാർത്തയിലേക്കാണ്. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന വയോധികനെ ചവിട്ടിക്കൊന്നു. വൈശ്ശേരി സ്വദേശി മോഹനാണ് ഇന്ന് പുലർച്ചെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പുലർച്ചെ 2:30 കൃഷിയിടത്തിലിറങ്ങി ആനയെ തുരത്താൻ ശ്രമിക്കവെയായിരുന്നു ആന ആക്രമിച്ചത്. നിരന്തരമായി കാട്ടാനശല്യം നേരിടുന്ന പ്രദേശമാണ് ഇത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങളുമായി ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട്. ഹരീഷ്, ഈ കാട്ടാന ആക്രമണം അല്ലെങ്കിൽ മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാവുകയാണ് സംസ്ഥാനത്ത് എന്നുള്ളതിൻ്റെ അടുത്തൊരു തെളിവാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. എന്താണ് സംഭവം? അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എവിടെയാണ്? മറ്റു വിവരങ്ങൾ? അഖില, സംസ്ഥാനത്ത് ആനക്കലി അടങ്ങുന്നില്ല എന്ന് വേണം പറയാൻ. വീണ്ടും ഒരു കാട്ടാനാക്രമണം, അതിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. അതിരപ്പള്ളി വൈശ്ശേരിയിൽ 65 വയസ്സുള്ള മോഹനൻ എന്ന ആളാണ് ഇന്ന് പുലർച്ചെ കാട്ടാനാക്രമണത്തിൽ മരണപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൃഷിയുണ്ടായിരുന്നു. ഈ ായി നിരന്തരം കാട്ടാനകൾ ഈ ഒരു പ്രദേശത്ത് വരാറുണ്ട്. ഇത്തരത്തിൽ ഇന്ന് പുലർച്ചെ 2:30-ഓടെ ഇത്തരത്തിൽ കാട്ടാന എത്തുകയും ഈ കാട്ടാനയെ തുരത്താനായി ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്ത സമയത്താണ് ഈ ആന ഇദ്ദേഹത്തിന് നേരെ, ഈ ഒരു മോഹൻ എന്ന് പറഞ്ഞ വയോധികനായ ഇദ്ദേഹത്തിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയും ഇയാളെ തട്ടി നിലത്തിട്ട് ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശം ഇത് വനത്തോട് ചേർന്ന പ്രദേശമാണ് അതിരപ്പള്ളി. നമുക്കറിയാം, നിരന്തരമായി കാട്ടാന ശല്യവും മറ്റ് വന്യമൃഗ ശല്യവും ഉള്ള ഒരു പ്രദേശം. ആ ഒരു പ്രദേശത്താണ് ഇന്ന് കാട്ടാന ഇറങ്ങി ഒരാളെ കൊലപ്പെടുത്തിയത്, ചവിട്ടി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം പ്രദേശത്തുണ്ട്. ഇന്ന് 10 മണിക്ക് ഈ അതിരപ്പള്ളി ആനമല റോഡ് ഉപരോധിക്കുമെന്നുള്ളൊരു കാര്യം അറിയിച്ചിരിക്കുന്നു. പ്രദേശത്ത് ഹർത്താൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വലിയ പ്രതിഷേധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പൊതുപ്രവർത്തകരും മറ്റ് പ്രധാന നേതാക്കളൊക്കെ തന്നെ പ്രദേശത്തേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടാകും. കാരണം നിരന്തരമായി ഈ ഒരു പ്രദേശത്ത് വന്യമൃഗശല്യമുണ്ട്. ഇപ്പോൾ തന്നെ ഈ ഒരു വർഷം എടുക്കുകയാണെങ്കിൽ തന്നെ എത്രയോ മരണങ്ങൾ ഈ ആന ആക്രമണത്തിൽ സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ്. ആളുകൾ കാട്ടിലേക്ക് കയറിപ്പോയിട്ടല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വീട്ടിൽ ഉള്ള വ്യക്തി വീട്ടിലെ കൃഷിയിടത്തിലേക്ക് എത്തിയ ആനയെ തുരത്താൻ വേണ്ടി പുറത്തിറങ്ങിയ സമയത്താണ് ആന വരികയും ഇയാളെ തട്ടി നിലത്തിടുകയും അതോടൊപ്പം തന്നെ ചവിട്ടി കൊലപ്പെടുത്തുകയും ചെയ്തത് എന്നുള്ളതാണ്. 65 വയസ്സുള്ള
മോഹനൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഇപ്പോൾ ചാലക്കുടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കളും അതുപോലെ തന്നെ നാട്ടുകാരൊക്കെ തന്നെ വലിയ ഒരു പ്രതിഷേധത്തിലാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് ഇതിന് ഒരു അറുതി വരുത്തുക, ഈ ഒരു വന്യമൃഗശല്യത്തിന് അറുതി വരുത്തുക. കാടും നാടും വേർതിരിക്കുന്ന സംവിധാനങ്ങൾ പലപ്പോഴും ഈ പ്രദേശങ്ങളിൽ സജ്ജമല്ല എന്നുള്ളൊരു പരാതി ഉയർന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം സംവിധാനങ്ങൾ സജ്ജമാക്കി തന്നെ നാടിനെയും കാടിനെയും വേർതിരിച്ച ഈ വന്യമൃഗങ്ങൾ നിരന്തരമായി ജനവാസ മേഖലയിലേക്ക് എത്തി ആളുകളുടെ ജീവനും സ്വത്തിനും നാശനഷ്ടം വരുത്തുന്ന ആ നടപടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അറുതി വരുത്തണം എന്നുള്ളൊരു ആവശ്യം വലിയ രീതിയിൽ ഈ ഒരു പ്രദേശങ്ങളിലൊക്കെ തന്നെ വർഷങ്ങളായി ഒരു കാര്യം, അതായത് ഈ ഒരു അവസരത്തിൽ മോഹനന്റെ വീട് കാടിനോട് ചേർന്ന പ്രദേശത്താണോ ഉള്ളത്? അഖില, ഈ അതിരപ്പള്ളി ഈ വൈശ്ശേരി മേഖല നമുക്ക് കൃത്യമായി അറിയാം. അത് കാടിനോടടുത്ത പ്രദേശമാണ്. ആ ഒരു പ്രദേശത്ത് നിരന്തരമായി ഇത്തരത്തിലുള്ള വന്യജീവി സംഘർഷങ്ങൾ, വന്യജീവി ശല്യങ്ങളെല്ലാം നേരത്തെ ഉണ്ടായത്. സ്ഥിരമായി ആന ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. അതായത് ഈ കൃഷിയിടങ്ങളിൽ വന്ന ആന ഈ കൃഷി നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് സ്ഥിരമായി ഉള്ള ഒരു പ്രദേശമാണ്. മാത്രമല്ല ഇവിടെ പലയിടങ്ങളിലും ഫെൻസിങ്ങോ ട്രെഞ്ചിങ്ങോ പോലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്നുണ്ട്. കൃത്യമായി പവർ ഫെൻസിങ് അടക്കമുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ആന അടക്കമുള്ള വന്യജീവികൾ ഈ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് സ്ഥിരമാകുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രദേശത്ത് അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ല എന്നുള്ളൊരു പരാതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കൃഷിയിടത്തേക്ക്, അതായത് കാടിനോട് ചേർന്ന് കിടക്കുന്ന വീടിനോട് ചേർന്നുള്ള കൃഷിയിടം, ഈ കൃഷിയിടത്തേക്ക് സ്ഥിരമായി കാട്ടാനയടക്കം ഇറങ്ങുന്ന അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ നിരന്തരമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യം ദിവസങ്ങളായി തുടർന്നു പോകുന്നു. നിരന്തരമായി ആന എത്തുന്ന ഒരു സാഹചര്യം കാടിനോട് ചേർന്ന പ്രദേശമായതിനാൽ അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഇവിടെയുള്ള ആളുകൾ, ജനങ്ങൾ, ഈ കർഷകരാണ് ഏറ്റവും കൂടുതലായിട്ട് ഇവിടെയുള്ളത്. ഇവർ ഈ ആനയെ തുരത്തുന്ന ആ ഒരു നടപടി സ്ഥിരമായി ചെയ്യാറുണ്ട്. പടക്കം പൊട്ടിച്ചും മറ്റും ഒച്ചയുണ്ടാക്കിയൊക്കെ ആനയെ എങ്ങനെയും തിരിച്ച് കാട് കയറ്റാൻ വേണ്ടിയുള്ള നടപടികളാണ് സാധാരണ രീതിയിൽ ഇവിടുത്തെ കർഷകർ ചെയ്യാറ്. അത്തരത്തിൽ തന്നെ ഇന്ന് പുലർച്ചെ ഈ ഒരു കാർഷിക മേഖലയിൽ ഇറങ്ങിയ കൃഷി നശിപ്പിക്കാനെത്തിയ ആനയെ ഇത്തരത്തിൽ കാട് കയറ്റാൻ വേണ്ടിയുള്ള ഒരു നടപടിക്രമങ്ങൾ ചെയ്യുകയായിരുന്നു ഇത്. അപ്പോഴാണ് ഈ ആന ഈ മോഹനൻ എന്ന് പറഞ്ഞ ആളുടെ നേർക്ക് പാഞ്ഞെടുത്ത് തട്ടിയിട്ട് ചവിട്ടി കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. കാടിനോട് ചേർന്ന സ്ഥലമാണ്, പക്ഷേ വലിയ രീതിയിലുള്ള ജനവാസ മേഖല കൂടിയാണ് ഈ ഒരു പ്രദേശം എന്നുള്ളതാണ്. ഈ ഒരു പ്രദേശത്തേക്ക് ആന എത്തുന്നു, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ എത്തുന്നു. സ്വന്തം വീട്ടുമുറ്റത്ത് ഉള്ള കൃഷി അല്ലെങ്കിൽ പുരയിടത്തിലുള്ള കൃഷി പോലും നോക്കാൻ സാധിക്കാത്ത രീതിയിൽ ഇവിടുത്തെ കർഷകർ വലയുന്നു, ജീവൻ നഷ്ടമാകുന്നു. ഇത്തരത്തിൽ നിരന്തരമായി ഈ ഒരു കാട്ടാനാക്രമണം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം അനുഭവപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ അതിരപ്പള്ളി മേഖല. അതിൽ ഈ വൈശ്ശേരി എന്ന് പറഞ്ഞ പ്രദേശം അത് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. നിരന്തരമായി കാട്ടാനകൾ എത്തുന്ന പ്രദേശമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു അപകടം. ഹരീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. തൃശ്ശൂർ അതിരപ്പള്ളിയിലാണ് കാട്ടാന വയോധികനെ ചവിട്ടി കൊന്നത്. ഉപജീവനത്തിന് വേണ്ടി കൃഷി ചെയ്യുന്ന സാധാരണക്കാരായ ആളുകളാണ് കൂടുതലായി അവിടെ താമസിക്കുന്നത്. സ്വാഭാവികമായും സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണം. ഫെൻസിങ്ങും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയൂ. മറ്റൊരു വാർത്തയിലേക്ക്. മുതിർന്ന കോൺഗ്രസ് നേതാവ് KP ധനപാലൻ അന്തരിച്ചു. പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. 76 വയസ്സായിരുന്നു. ചാലക്കുടി മുൻ MP ആണ് KP ധനപാലൻ. കിരൺകുമാർ വിശദാംശങ്ങൾ നൽകും. കിരൺ, എപ്പോഴായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം? ഈ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമായിട്ടുണ്ടോ? അഖില, വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ കഴിയെ ഇന്ന് പുലർച്ചെയായിരുന്നു KP ധനപാലൻ അന്തരിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്നു KP ധനപാലൻ. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. ഏതാനും ദിവസങ്ങളായി തന്നെ അദ്ദേഹം അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് പുലർച്ചെ അന്ത്യം സംഭവിച്ചത്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം പിന്നീട് കേരളത്തിലെ തന്നെ കോൺഗ്രസിന്റെ ഒരു സൗമ്യനായ മുഖം, അല്ലെങ്കിൽ മുതിർന്ന ഒരു നേതാവ് എന്ന രീതിയിലെല്ലാം തന്നെ ശ്രദ്ധേയനായ ഒരു നേതാവായിരുന്നു. KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, പിന്നീട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ഒപ്പം തന്നെ എറണാകുളം DCC പ്രസിഡന്റ് എന്നീ ചുമതലകളിലൊക്കെ എല്ലാം തന്നെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ദീർഘകാലമായി തന്നെ അദ്ദേഹം പാർലമെന്റ് രംഗത്തും സജീവമായിരുന്നു. 10 വർഷത്തോളം പറവൂര് നഗരസഭയിൽ കൗൺസിലറായി പ്രവർത്തിച്ച അദ്ദേഹം പിന്നീട്
2009 ചാലക്കുടി ലോക്സഭാ മണ്ഡലം രൂപീകരിച്ച സമയത്ത് അവിടെ നിന്നും മത്സരിക്കുകയും വലിയ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ MP ആയി അദ്ദേഹം ലോക്സഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഇങ്ങനെ നിരവധി തവണ ഇത്തരത്തിൽ ജനപ്രതിനിധിയായി പ്രവർത്തിച്ച അദ്ദേഹം വലിയ നേട്ടങ്ങൾ തന്നെയായിരുന്നു കൈവരിച്ചിരുന്നത്. സംഘടനയെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ തൃശ്ശൂരിലും എറണാകുളത്തും വലിയ രീതിയിൽ തന്നെ സംഘടനയെ കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചൊരു നേതാവ് കൂടിയായിരുന്നു KP ധനപാലൻ. പിന്നീട് AICCയുടെ പ്രതിനിധിയായി ലക്ഷദ്വീപിന്റെ ചുമതലയിലും അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. ഇങ്ങനെ ദീർഘകാലമായി തന്നെ രാഷ്ട്രീയ മേഖലയിൽ സജീവമായിരുന്ന അദ്ദേഹം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി തന്നെ അസുഖബാധിതനായി ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചത്. ഈ സംസ്കാരം അടക്കമുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്തുള്ള ബന്ധുക്കൾ അദ്ദേഹവുമായി അടുത്തുള്ള വൃത്തങ്ങളെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി പറവൂരിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെ സംസ്കാരം നടക്കും. എറണാകുളം ജില്ലയിലെ കോൺഗ്രസിന്റെ ശക്തനായ നേതാവായിരുന്നു KP ധനപാലനൊപ്പം നേരത്തെ കിരൺ സൂചിപ്പിച്ച പോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റൊക്കെ ആയിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുള്ള മുൻ MP ആണ് KP ധനപാലൻ. ഇനി അദ്ദേഹത്തിൻ്റെ സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്കാണ് വരേണ്ടത്. ഇപ്പോൾ വരുന്നൊരു വാർത്ത അനുസരിച്ചാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച ആ കാട്ടാന ആക്രമണത്തെ തുടർന്ന് ഒരാൾ മരിച്ച സംഭവത്തിൽ അതിരപ്പള്ളിയിൽ ഹർത്താലൊക്കെ നടത്തുകയാണ് എന്നുള്ളതാണ്. ആ വാർത്തയിലേക്കൊക്കെ വരാം. മറ്റൊരു വാർത്തയിലേക്ക് മുതിർന്ന CPM നേതാവും കോഴിക്കോട് മുൻ മേയറുമായ TP ദാസൻ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, KTDC ഡയറക്ടർ തുടങ്ങിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. രേഷ്മയാണ് വിവരങ്ങൾ നൽകുക കോഴിക്കോട് നിന്നും. രേഷ്മ, ഇന്ന് പുലർച്ചെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. സംസ്കാരമടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്? മറ്റു വിവരങ്ങൾ? അഖില, സംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പിന്നീട് അറിയിക്കുമെന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കോഴിക്കോട്ടെ മേയറായിരുന്നു TP ദാസൻ. 1992-94 കാലഘട്ടത്തിലാണ് ഇദ്ദേഹം മേയറായിട്ട് വരുന്നത്. ഒപ്പം തന്നെ നമുക്കറിയാം, സഹകരണ മേഖലയിൽ നിരവധി സംഭാവനകൾ നൽകിയ നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ 1980 DYFA രൂപീകരിച്ച കാലഘട്ടത്തിൽ പ്രഥമ പ്രസിഡന്റായിരുന്നു TP ദാസൻ. ഒപ്പം തന്നെ നിരവധി പാർട്ടി പദവികളിൽ ഇദ്ദേഹം അലങ്കരിച്ചിട്ടുണ്ട്. 1967 ഇദ്ദേഹം CPM അംഗമായി, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കോഴിക്കോട് മണ്ഡലം കമ്മിറ്റി അംഗം എന്നീ നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ ചെയർമാനും കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാനുമായിരുന്നു. മികച്ച സഹകാരി എന്ന നിലയിൽ ഇദ്ദേഹം പേരെടുത്തിട്ടുണ്ട്. കോൺഗ്രസ് ഐയിലെ C കൃഷ്ണൻകുട്ടിയെ 16 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് ദാസൻ മേയർ സ്ഥാനത്തേക്ക് എത്തുന്നത്. നിരവധി പദ്ധതികളാണ് ഇദ്ദേഹം കോഴിക്കോട് നഗരത്തിന് വേണ്ടി രൂപീകരിച്ചിരുന്നത്. സ്പോർട്സ് മേഖലയിൽ സ്പോർട്സ് കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റായി ഇദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ആ കാലത്തും ഇദ്ദേഹം നിരവധി കായിക പദ്ധതികളും സംസ്ഥാനത്ത് നടപ്പാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നേതാക്കൾക്ക് ഉൾപ്പെടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ് ഇദ്ദേഹം. നമുക്കറിയാം, കുറ്റ്യാടി സ്വദേശിയായ അഡ്വക്കേറ്റ് ശങ്കറിന് ശേഷം ഗ്രാമത്തിൽ നിന്ന് വരുന്ന മേയറായിട്ട് നഗരത്തിലെത്തുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഇദ്ദേഹം. ഇന്ന് രാവിലെയായിരുന്നു ഇദ്ദേഹത്തിന്റെ വിയോഗം. ഒപ്പം സംസ്കാരം ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ പിന്നീട് അറിയിക്കുമെന്നാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചിരിക്കുന്നത്. അഖില, ശരി. ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചും CPMനെ സംബന്ധിച്ചും വലിയ നഷ്ടം ഉണ്ടായ ഒരു ദിവസമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ സൗമ്യനായ ഒരു മുഖമായിരുന്നു KP ധനപാലൻ. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളം ജില്ലയിലെ പ്രമുഖനായ നേതാവ്, ഒപ്പം AK ആന്റണിയുടെ വളരെ വിശ്വസ്തനായ നേതാവ്. വലിയ തരത്തിൽ കോൺഗ്രസിലെയും ഗ്രൂപ്പ് തർക്കമൊക്കെ നടക്കുമ്പോഴും എപ്പോഴും ഒരു കൃത്യത പാലിച്ചിരുന്ന ആളാണ് KP ധനപാലൻ. അതേസമയം ഈ CPMനും വലിയ നഷ്ടം തന്നെയാണ് TP ദാസൻ്റെ വിയോഗം. സഹകരണ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സഹായിച്ച ആളാണ് TP ദാസൻ. ഒപ്പം തന്നെ സ്പോർട്സ് കൗൺസിൽ, രേഷ്മ സൂചിപ്പിച്ച പോലെ സ്പോർട്സ് കൗൺസിലൊക്കെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. ഇനി കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ മന്ത്രി TU കുരുവിളയുടെ സംസ്കാരം നാളെയാണ് നടക്കുക. കോതമംഗലം ചേലാട് സെൻറ്റ് സ്റ്റീഫൻസ് പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങും. വൈകിട്ട് 4 മണി മുതൽ കോതമംഗലത്തെ വീട്ടിൽ പൊതുദർശനം നടത്തും. പിന്നീട് ചേലാട് ഡെന്റൽ കോളേജിലും പൊതുദർശനം ഉണ്ടാകും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീടുകളിലും മറ്റ് ഇടങ്ങളിലുമായി നടത്തിയ ED പരിശോധനയ്ക്കിടെ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 6 CPM പ്രവർത്തകർ കൂടി അറസ്റ്റിലായിട്ടുണ്ട്. മുൻ കൗൺസിലർ ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ളവരാണ് കഴിഞ്ഞ രാത്രി പിടിയിലായത്. ആദ്യം അറസ്റ്റിലായ 5 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ട്. അൻഫ്രിഡ് ഡിസൂസ വിശദാംശങ്ങൾ നൽകും. അൻഫ്രിഡ്,
CPM-നെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിരോധത്തിലായ ഒരു സംഭവമാണ് ഈ ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം. അതിന് കൂടുതൽ അറസ്റ്റ് ഉണ്ടാവുകയാണ്. ഏകദേശം 300ഓളം പേരെങ്കിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ അറസ്റ്റിലേക്ക് എത്തുന്നു. മുൻ കൗൺസിലർ അടക്കം അറസ്റ്റിലാകുന്ന സാഹചര്യങ്ങളിലേക്ക് എത്തുന്നു. ഒപ്പം നേരത്തെ അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുന്നുണ്ടല്ലോ. വിവരങ്ങൾ. അതെ അഖില, തീർച്ചയായും സർക്കാരിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പ് ഏറ്റവും കൂടുതൽ വെട്ടിലായ ഒരു കേസ് കൂടിയാണ്. കാരണം ഇത്രയേറെ ഒരു കലാപ സാഹചര്യം ഉണ്ടാകും അല്ലെങ്കിൽ അക്രമ സാഹചര്യം ഉണ്ടാകുമെന്നറിയിട്ടും വേണ്ടത്ര പോലീസ് സുരക്ഷ ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന രീതിയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്നു. DGP റിപ്പോർട്ട് നൽകുകയൊക്കെ ചെയ്തു. ആഭ്യന്തരമന്ത്രി DGPയെ നേരിട്ട് വിളിച്ചാണ് റിപ്പോർട്ട് തേടുകയൊക്കെ ചെയ്തത്. വലിയ രീതിയിലാണ് ഈ ഒരു വിഷയത്തിൽ സർക്കാരിന് തിരിച്ചടി അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പോലീസ് വളരെ ശക്തമായി തന്നെ പാർട്ടി ഓഫീസിൽ നമുക്കറിയാവുന്ന പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി പ്രവർത്തകരെ ഈ സമരക്കാരെ അറസ്റ്റ് ചെയ്യാനൊക്കെ നടത്തിയ മണിക്കൂറുകൾ നീണ്ട ചർച്ചയാണ്. പക്ഷെ അതിന് ഏറ്റവും 300 പേരെ കണ്ടാലറിയാവുന്ന 300 പേർക്കെതിരെ കേസ് എന്ന രീതിയിലാണ് ഇത് ചുമത്തിയിരിക്കുന്നത്. അപ്പം നിലവിൽ പിടിയിലായിരിക്കുന്നത് 25 CPM പ്രവർത്തകരാണ്. അതിലാണ് ഇന്നലെ ഒരു മുൻ കൗൺസിലറായ ആറ്റുകാൽ ഉണ്ണി ഉൾപ്പെടെ, ആറ്റുകാൽ ഉണ്ണിക്ക് ലുക്കൗട്ട് നോട്ടീസൊക്കെ പുറപ്പെടുവിച്ചിരുന്നതാണ്. ഇവരൊക്കെ ഒളിവിലായിരുന്നു. അപ്പോൾ ആറ്റുകാൽ ഉണ്ണി അടക്കം 6 പേരെയാണ് ഇന്നലെ CPM പ്രവർത്തകരാണ് ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പിടിയിലായിരിക്കുന്നവരെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ആകെ 25 പ്രതികൾ ഇപ്പോൾ നിലവിൽ അറസ്റ്റിലായിട്ടുണ്ട്. ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഗുരുതര വകുപ്പുകളാണ്. അതായത് ജാമ്യമില്ലാ വകുപ്പുകളാണ്. ED ഉദ്യോഗസ്ഥരെ വധിക്കാനായി ശ്രമിച്ചു, വധശ്രമവും ഒപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ചെയ്തു. ഈ 2 വളരെ ഗുരുതരമായ വകുപ്പുകളും ജാമ്യമില്ലാ വകുപ്പുകളുമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ ആദ്യം അറസ്റ്റ് ചെയ്ത് ആദ്യ ദിവസം തന്നെ ഈ ആക്രമണം നടന്ന് തൊട്ടടുത്ത ദിവസം പിടിയിലായ 5 പേരുണ്ടായിരുന്നു. ആ 5 പേരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് പരിഗണിക്കുക തിരുവനന്തപുരം കോടതി. ഒപ്പം തന്നെ ഇന്നലെയായിരുന്നു ബാക്കി ഒരു 13 പേര് ഇന്നലെ അറസ്റ്റിലായിരുന്നു. ഇന്നൊരു 6 പേരും കൂടി ഇന്ന് രാത്രി അർദ്ധരാത്രിയോട് പിടിയില്ല. അങ്ങനെയാണ് ആകെ ഈ കേസുമായി ബന്ധപ്പെട്ട് 25 പേർ പിടിയിലായിരിക്കുന്നത്. 25 പേരും CPM പ്രവർത്തകർ തന്നെയാണ്. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് വലിയ വീഴ്ച സംഭവിച്ചൊരു കേസ് കൂടി ആയതുകൊണ്ട് തന്നെയും ഈ കേസിൽ പരാതിക്കാരായിരിക്കുന്നത് ED ഉദ്യോഗസ്ഥരാണ്. കേന്ദ്ര ഏജൻസി, അന്വേഷണ ഏജൻസി കൂടി ആയതുകൊണ്ട് വളരെ ശക്തമായി തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഈ കേസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള സംഘർഷം, നാട്ടിൽ കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിലാണ് ഇതിലൊക്കെ വകുപ്പുകളൊക്കെ ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ പോലീസ് സംയമനം പാലിച്ചു. പക്ഷെ എന്തുകൊണ്ട് പോലീസ് ഈ രീതിയിൽ വേണ്ടത്ര സുരക്ഷ ഒരുക്കിയില്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നത് ഒരു സംയമനം, കൂടുതൽ പ്രകോപനം ഉണ്ടാക്കത്തില്ല, കലാപത്തിലേക്ക് കടക്കാതിരിക്കാനായി സംയമനം പാലിച്ചു എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതേസമയം വലിയ രീതിയിൽ ചർച്ചയാവുകയും വിവാദമാവുകയും ചെയ്തൊരു കേസായതുകൊണ്ട് ED തന്നെ പരാതിക്കാരായ ED പിന്നോട്ട് പോകാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെയും കൂടുതൽ കേസുകൾ, കൂടുതൽ പ്രതികൾ ഉണ്ട് എന്ന് തന്നെയാണ് ED ഉദ്യോഗസ്ഥർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഈ നിലവിൽ പിടിയിലായിരിക്കുന്ന അറസ്റ്റിലായിരിക്കുന്ന 25 പേർക്ക് പുറമെ കൂടുതൽ പേർ ഇപ്പോൾ ഒളിവിലും കഴിയുന്ന കൂടുതൽ EDയുടെ കയ്യിൽ, അതായത് അന്ന് ഈ സംഭവം നടക്കുമ്പോൾ മാധ്യമങ്ങളുടെ പകർത്തിയ ദൃശ്യങ്ങളും മറ്റു ദൃശ്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് EDയുടെ കയ്യിലുള്ള ലിസ്റ്റിൽ അനുസരിച്ച് കൂടുതൽ അറസ്റ്റിനുള്ള സാധ്യത. അത് തന്നെയാണ് പോലീസ് അന്വേഷണം ശക്തമാക്കുന്നതും തെരച്ചിൽ ഊർജിതമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും ആദ്യം അറസ്റ്റ് ചെയ്ത 5 പേരുടെ ജാമ്യാപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. ശരി, അൻഫിൽ ഡിസൂസയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും EDയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഒപ്പം 6 പേരെ കൂടി ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാലവർഷത്തിന് മുമ്പ് സംസ്ഥാനത്ത് മഴ ഇങ്ങനെ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അടുത്ത 4 ദിവസവും മഴ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ പെയ്തേക്കും. ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാലവർഷം ആരംഭിക്കുന്നതിനുണ്ട് സ്വാഭാവികമായും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തേണ്ടതുണ്ട്. കോർപ്പറേഷനുകൾ ഒപ്പം ജില്ലാ ഭരണകൂടമൊക്കെ ആവശ്യമായ മുന്നൊരുക്കങ്ങൾ നടത്തി മരങ്ങളൊക്കെ ഒരുപാട് വളർന്ന മരങ്ങളൊക്കെ മുറിച്ചു മാറ്റുക, ഒപ്പം ഓടയൊക്കെ വൃത്തിയാക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുകയാണ് കൊച്ചി കോർപ്പറേഷൻ. ഓടകളും കാനകളും ഒരു പരിധിവരെ ഇതിനോടകം തന്നെ വൃത്തിയാക്കി കഴിഞ്ഞു. അപകടകരമായ മരങ്ങളും ശിഖരങ്ങളും ഉടൻ മുറിച്ചു മാറ്റുമെന്ന് മേയർ VK മിനിമോൾ അമൃത വാർത്തയോട് പറഞ്ഞു. മഴ ഏറെ ദുരിതം വിതയ്ക്കുന്ന നഗരമാണ് കൊച്ചി. എല്ലാ മഴക്കാലത്തും നഗരപ്രദേശങ്ങൾ ഉൾപ്പെടെ വലിയ രീതിയിൽ വെള്ളം കയറും.
ഇത്തവണ അത് പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കൊച്ചി കോർപ്പറേഷൻ. കഴിഞ്ഞ തവണ വലിയ നാശനഷ്ടമുണ്ടാക്കിയ മേഖലകളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നുണ്ടെന്ന് മേയർ VK മിനിമോൾ അമൃത ന്യൂസിനോട് പറഞ്ഞു. വലിയ കനാലുകളുടെ വെടപ്പള്ളിത്തോട്, ചങ്ങാടംപോക്ക്, തേവര പേരണ്ടൂർ, മാന്ത്ര കനാൽ തുടങ്ങിയ കനാലുകളുടെ വർക്കിലാണ് ചെറിയൊരു വിഷയം നമുക്ക് വന്നത്. അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഡിക്ലറേഷൻ വന്നതിന് ശേഷം അതിൻ്റെ വർക്ക് ഓർഡർ കൊടുക്കുന്നതിൽ ചെറിയൊരു ഡിലേ വന്നിരുന്നു. അത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ഇലക്ഷൻ്റെ കോഡ് ഓഫ് കോണ്ടക്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുള്ളതാണ്. ഇതിലെനിക്ക് എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ള ഒറ്റ കാര്യമുള്ളൂ. കോർപ്പറേഷൻ കോടിക്കണക്കിന് രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് വർക്കുകളുടെ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എല്ലാ വർഷവും ചിലവഴിക്കുന്നത്. പക്ഷേ പലപ്പോഴും അതിൻ്റെ പരിപൂർണമായ ഒരു ഫലം കോർപ്പറേഷന് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഇല്ല എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. ചെളി കോരി മാറ്റി നീക്കം ചെയ്യുന്നതിനുള്ള കൺവെയൻസ് ഉൾപ്പെടെയാണ് ടെൻഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ എല്ലാവരുടെയും ഒരു സഹകരണം ഉണ്ടായാൽ തീർച്ചയായും ഒരു പരിധിവരെ വെള്ളക്കെട്ടിൽ നിന്ന് നമുക്ക് ഇപ്രാവശ്യം കൊച്ചിയെ രക്ഷിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. മഴക്കാലപൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട ഓരോ ഡിവിഷനിലും പ്രവർത്തനങ്ങൾ കോർപ്പറേഷൻ വിലയിരുത്തിയിട്ടുണ്ട്. പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി റിപ്പോർട്ട് നൽകാനും നിർദ്ദേശമുണ്ട്. അപകട ഭീഷണി ഉയർത്തുന്ന മരച്ചില്ലകളും വെള്ളക്കെട്ടുകളും ഒഴിവാക്കുന്നതിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ മരങ്ങളുടെ കമ്പുകൾ വീണുണ്ടാവുന്ന അപകട സാധ്യതയൊക്കെ മഴക്കാലത്ത് ഉണ്ടാവുന്നത് സാധാരണയായ ഒരു കാര്യമാണ്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ ഡിവിഷനിലെയും 76 ഡിവിഷനിലെയും സാനിറ്റേഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ 50,000 രൂപ വെച്ച് അത്തരം അപകടാവസ്ഥ തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുക കൈമാറിയിട്ടുണ്ട്. അടിയന്തര കാര്യങ്ങളുണ്ടാകുമ്പോൾ ആ തുക ഉപയോഗിച്ച് പ്രവർത്തികൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരെയും എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി സ്ക്വാഡിന് രൂപം നൽകിയിട്ടുണ്ട്. ഈ സ്ക്വാഡായിരിക്കും കാലവർഷ സമയത്ത് നഗരത്തിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കൺട്രോൾ റൂമും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. മെട്രോമാൻ ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത നിർദ്ദേശത്തിൽ തുടർ ചർച്ചകൾക്ക് സർക്കാർ ഒരുങ്ങുകയാണ്. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുക്കാനാണ് നീക്കം. കേന്ദ്രത്തിൽ നിന്ന് അനുകൂല ഉത്തരവ് ലഭിക്കാനായി വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകും എന്നാണ് സൂചന. അൻഫ്രീഡ് ഡിസൂസായി വാർത്തയുടെ വിശദാംശങ്ങൾ നൽകും. അൻഫ്രീഡ്, കഴിഞ്ഞ ദിവസമാണ് മെട്രോമാൻ ഇ ശ്രീധരൻ മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ച് ഈ അതിവേഗ റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്ത് നേരത്തെ സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് മഞ്ഞക്കുറ്റിയൊക്കെ നീക്കി ഉത്തരവ് തന്നെ റദ്ദാക്കിക്കൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ അതിവേഗ റെയിൽ വേഗത്തിലാക്കുക എന്നുള്ളത് സർക്കാരിന് മുന്നിൽ തീർച്ചയായും നേരത്തെ സിൽവർ ലൈനിലൊക്കെ വെല്ലുവിളി ഉണ്ടായതുപോലെ ഉണ്ടാകും. എങ്ങനെയായിരിക്കും അതിനെ അതിജീവിക്കാൻ സർക്കാർ ശ്രമിക്കുക? അതായത് അഖില, ഈ അതിവേഗ റെയിൽപാത ഇ ശ്രീധരൻ സമർപ്പിച്ച അതിവേഗ റെയിൽപാത സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് വളരെ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് UDF സർക്കാരിന് ഇതിനോട് താല്പര്യം ഉണ്ടാകുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുമായി പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് പോയപ്പോൾ അതിനെ ഏറ്റവും കൂടുതൽ പ്രതിപക്ഷം പാരിസ്ഥിതികവും സാമ്പത്തികവുമായ നിരവധി വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ്, പ്രതികൂലമായ നിരവധി ഘടകങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അന്ന് നഖശിഖാന്തം പ്രതിപക്ഷമായിരുന്നു UDF എതിർത്തത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും അവർ അധികാരത്തിൽ വന്ന ആ നിമിഷം തന്നെയും ആ രേഖ, അതായത് ആ ഉത്തരവ് തന്നെ റദ്ദാക്കുകയും ഒക്കെ ചെയ്യുകയും സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ആ പ്രോജക്റ്റും പദ്ധതികളും ആ ഉത്തരവ് മുഴുവനും പൂർണ്ണമായി റദ്ദാക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ പക്ഷെ പകരം ഒരു ബദൽ മാർഗം, കാരണം സിൽവർ ലൈൻ ആയാലും അതിവേഗത്തിൽ ഒരു റെയിൽപാത എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ അതൊരു അടിയന്തരമായി കേരളത്തിൽ പോലൊരു സംസ്ഥാനത്തിന് വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് സിൽവർ ലൈൻ പദ്ധതി റദ്ദാക്കുമ്പോഴും ഈ VD സതീശൻ സർക്കാരിന് മുന്നിൽ ഒരു ബദൽ റെയിൽ മാർഗം എന്നത് പദ്ധതിയെക്കുറിച്ചുള്ള ആലോചനയുണ്ടായിരുന്നു. സ്വാഭാവികമായും മെട്രോമാൻ ഇ ശ്രീധരൻ, അത് പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് പോലും സിൽവർ ലൈനെ എതിർത്തിരുന്ന സമയത്തും ഇ ശ്രീധരൻ ഒരു ബദൽ റെയിൽ മാർഗം അവസാന സമയത്ത് പിണറായി സർക്കാരിനെ സമർപ്പിച്ചതാണ്. പക്ഷേ അപ്പോഴും ഈ കേരളയിലും സിൽവർ ലൈനും ഒക്കെ സർക്കാരിൻ്റെ സ്വപ്ന പദ്ധതി ആയതുകൊണ്ട്, അഭിമാന പദ്ധതി ആയതുകൊണ്ടും ഈ ശ്രീധരൻ കൊണ്ടുവന്ന റിപ്പോർട്ടോ അല്ലെങ്കിൽ ഈ ബദൽ മാർഗത്തോടുകൂടൊന്നും മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു പിണറായി സർക്കാർ ചെയ്തത്. അതേ റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ശ്രീധരൻ VD സതീശൻ സർക്കാർ മുന്നിൽ അവതരിപ്പിച്ചിരുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കാണാനായി വൈകിട്ട് വരുന്നു. അദ്ദേഹത്തിന് ഏറെക്കുറെ 15 മിനിറ്റോളം മുഖ്യമന്ത്രിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ആ റിപ്പോർട്ടിൻ്റെ ഇടക്കാല റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ഇടക്കാല റിപ്പോർട്ട് പൂർണ്ണമായും ആ ഒരു 15 മിനിറ്റിനുള്ളിൽ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കാനായി ഈ ശ്രീധരന് കഴിഞ്ഞു. അപ്പോൾ തന്നെ മുഖ്യമന്ത്രി അതിൽ മുഖ്യമന്ത്രി ആകൃഷ്ടനായിട്ടുണ്ട്. കാരണം അതിന് നിരവധി അനുകൂലമായ ഒത്തിരി ഘടകങ്ങളുണ്ട്. ഈ സിൽവർ ലൈൻ പദ്ധതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് അധികമൊന്നും തന്നെ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരുന്നില്ല ഈ ശ്രീധരൻ നൽകിയ പദ്ധതിയിൽ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതുകൊണ്ട് തന്നെ സർക്കാരിന് കൂടുതൽ തലവേദനകളിലേക്ക് പോകേണ്ടതില്ല. ഈ പദ്ധതിയുടെ ഒരു 70% തൂണുകളിലൂടെയുള്ള എലിവേറ്റഡ് പാതയും ബാക്കി 20% ഭൂഗർഭ
ബാധ. അങ്ങനെയാണ് ഈ ശ്രീധരൻ്റെ ഈ പദ്ധതിയുടെ ഒരു കോൺസെപ്റ്റ്. അതുകൊണ്ട് സ്ഥലം ഏറ്റെടുപ്പ് അധികം വരുന്നില്ല, ചിലവും വളരെ കുറവാണ്. അതിവേഗത്തിൽ മണിക്കൂറിൽ 200 കിലോമീറ്ററാണ്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് 3.25 മണിക്കൂർ കൊണ്ട് എത്താൻ പറ്റുമെന്നതാണ് ഈ ശ്രീധരൻ സർക്കാരിന് മുന്നിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ ബദൽ അതിവേഗ റെയിൽപാത. അങ്ങനെ നിരവധി ഗുണങ്ങൾ അതിനകത്തുള്ളത് കൊണ്ടും സിൽവർ ലൈനുമായി വ്യത്യസ്തമായ ഒരുപാട് അനുകൂല ഘടകങ്ങളുള്ളത് കൊണ്ടും ഈ വി ഡി സതീശൻ സർക്കാർ ഇതിൽ ആകൃഷ്ടനാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ ഇതുമായി മുന്നോട്ട് പോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ മന്ത്രിസഭാ യോഗത്തിൽ ഇതിന് പച്ചക്കൊടി കാണിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകും. അതിനുശേഷം കേന്ദ്രമന്ത്രി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി കൂടിക്കാഴ്ച നടത്തി കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അനുകൂലമായ തീരുമാനം, കേന്ദ്രത്തിൽ നിന്ന് അനുകൂല ഉത്തരവുണ്ടായാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ DPRന്റെ ഏറെക്കുറെ ഒരു 70% പൂർത്തിയായിട്ടുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ സർക്കാർ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വതി വൈഷ്ണവുമായി ഈ മെട്രോമാൻ തന്നെ ഈ കൂടിക്കാഴ്ച നടത്തുകയും പ്രാഥമിക ചർച്ചകൾ നടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏറെക്കുറെ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും ഇക്കാര്യത്തെക്കുറിച്ചൊരു ധാരണയുണ്ട്. അപ്പോൾ ഇനി ഈ ഒരു പദ്ധതിയുടെ രൂപരേഖ വെച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു അനുകൂല ഉത്തരവ് ലഭിക്കുകയാണെങ്കിൽ അതിനുവേണ്ടിയുള്ള നീക്കം വളരെ വേഗത്തിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി ലഭിക്കുകയാണെങ്കിൽ ഉറപ്പായും അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, വേഗത്തിൽ അതിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ശരി, കേന്ദ്രത്തിന്റെ അനുകൂല ഉത്തരവിനായുള്ള ഒരു കാത്തിരിപ്പായിരിക്കും ഇനി. അത് കഴിഞ്ഞ് അതിവേഗ റെയിൽ മുന്നോട്ട് തന്നെ നീങ്ങും. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് DK ശിവകുമാറിനെ ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. സത്യപ്രതിജ്ഞ നാളെ വൈകിട്ടാണ്. ആദ്യഘട്ടത്തിൽ DK ശിവകുമാറും ഉപമുഖ്യമന്ത്രിമാരും മാത്രമാകും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് വൈകിട്ട് 4 മണിക്ക് ചേരുന്നുണ്ട്. സിദ്ധരാമയ്യയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, രൺദീപ് സുർജേവാല എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒന്നിലധികം ഉപമുഖ്യമന്ത്രിമാർ വേണമെന്ന ആവശ്യത്തിൽ സിദ്ധരാമയ്യ പക്ഷം ഉറച്ചു നിൽക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. എങ്ങനെയാണ് അനുനയിപ്പിക്കുക എന്നുള്ള കാര്യമൊക്കെ അറിയാനുണ്ട്. ഒപ്പം DK ഇനി കർണാടകയുടെ മുഖ്യമന്ത്രിയായി എത്തുന്ന ഒരു വാർത്തയിലേക്ക് അല്ലെങ്കിൽ ആ കാഴ്ചകളിലേക്കാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വിനയമാണ് വിജയത്തിന്റെ ആധാരമെന്ന് സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി. മംഗലാപുരം ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ 2ാം ദിവസം അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അമ്മ. 2 ദിവസത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് പരിസമാപ്തിയായി. ജീവിതം ഒരു നദീപ്രവാഹം പോലെയാണ്. ഉയർച്ച താഴ്ചകൾ ഉണ്ടാവും. അതെല്ലാം നല്ലതിനാണെന്ന് ചിന്തിച്ച് സമർപ്പണ ഭാവത്തോടെ മുന്നോട്ടു പോകാൻ കഴിയണമെന്ന് അമ്മ പറഞ്ഞു. പ്രേമത്തിൽ ജനിച്ച് പ്രേമത്തിൽ ജീവിച്ച് പ്രേമത്തിൽ അവസാനിക്കാനാണ് മനുഷ്യൻ. അത്ര പരിശുദ്ധ പ്രേമത്തിന് അന്ത്യമില്ലെന്നുള്ളതാണ് സത്യം. അത് ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികളെയും പരസ്പരം ബന്ധിച്ച സ്നേഹമാണ്. മനുഷ്യായാലും മൃഗമായാലും അമ്മയെ കുഞ്ഞിനോടും കുഞ്ഞിനെ അമ്മയോടും ബന്ധിച്ചിരിക്കുന്ന സ്നേഹമാണ്. ആ സ്നേഹത്തെയാണ് നമ്മൾ ഉണർത്തെടുക്കേണ്ടത്. ജീവിതകാലം മുഴുവൻ ഈ പ്രേമം തേടി അത് കിട്ടാൻ മരിക്കുന്നു. സത്യത്തെ ഏറ്റവും അറിയുന്നതും പരിചയമുള്ള ഭാവം സ്നേഹമാണ്. അത് നമ്മുടെ സ്വരൂപമാണ്. സ്വരൂപം എന്ന ഒരിക്കലും മാറ്റമില്ലാത്ത തൽക്കാലമായി മറവിൽ സംഭവിക്കാം, പക്ഷെ നശിപ്പിക്കാൻ സാധിക്കില്ല. വിനയമാണ് വിജയത്തിന്റെ ആധാരം. വിത്ത് മണ്ണിനടിയിൽ പോകുമ്പോൾ മാത്രമേ ഫലവൃക്ഷമാവുകയുള്ളൂ. വിനയമുള്ളിടത്തെ വിജയമുണ്ടാവുകയുള്ളൂ എന്നും അമ്മ പറഞ്ഞു. രാവിലെ 11 മണിയോടെ യജ്ഞവേദിയിലെത്തിയ അമ്മയെ വിശിഷ്ട വ്യക്തികൾ ഹാരാർപ്പണം ചെയ്തു. ചിന്മയ മിഷൻ മംഗലാപുരം മഠാധിപതി സ്വാമി ഗഹനാനന്ദ, ഇസ്കോൺ മഠാധിപതി പ്രഭു ഗുണാകരദാസ്, സുള്ളിയ MLA ഭാഗീരഥി മുരുല്യ, മൂടബിദ്രി MLA ഉമാനാഥ് കോട്ടിയാൻ, മുൻമന്ത്രി നാഗരാജ് ഷെട്ടി, B രവീന്ദ്ര ഷെട്ടി, ഇന്ദുമതി മല്യ, AC കുന്ദർ, സാധു സാലിയൻ, VL റെഗു, ആത്മാറാം രേവങ്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് അമ്മയുടെ നേതൃത്വത്തിൽ ഭജന, ധ്യാനം എന്നിവയും നടന്നു. എല്ലാവർക്കും അമ്മ ദർശനം നൽകി. 2 ദിവസം നീണ്ടുനിന്ന മഹോത്സവത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത്.
മഹോത്സവത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും നടന്നു. അമലഭാരതം പദ്ധതിയുടെ ഭാഗമായി യജ്ഞവേദിയും പരിസരവും ശുചിയാക്കി. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഇന്ന് കോഴിക്കോട്ടെത്തും. വെള്ളിമാടുകുന്ന് മാതാ അമൃതാനന്ദമയി മഠത്തിലെ ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിൽ പങ്കെടുക്കാനായാണ് 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അമ്മ നഗരത്തിലെത്തുന്നത്. മംഗലാപുരത്തെ പരിപാടിക്ക് ശേഷമാണ് കോഴിക്കോട്ടേക്കുള്ള സന്ദർശനം. മെയ് 31, ജൂൺ 1 തീയതികളിലാണ് വെള്ളിമാടുകുന്ന് ആശ്രമത്തിൽ മഹോത്സവം നടക്കുക. വൈകിട്ടോടെ എത്തുന്ന അമ്മയെ മഠാധിപതി സ്വാമി വിവേകാമൃതാനന്ദപുരിയുടെ നേതൃത്വത്തിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. മഠത്തിലെ മുതിർന്ന സന്യാസി ശിഷ്യരും അന്തേവാസികളും അമ്മയെ അനുഗമിക്കുന്നുണ്ട്. 2 ദിവസവും രാവിലെ 11-ന് പ്രത്യേകം തയ്യാറാക്കിയ വേദിയിലെത്തുന്ന അമ്മയെ വിശിഷ്ട വ്യക്തികൾ സ്വീകരിക്കും. തുടർന്ന് മഠത്തിൻ്റെ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ധ്യാനം, സത്സംഗം, ഭജന, ഭക്തർക്കുള്ള ദർശനം എന്നിവയും നടക്കും. മഹോത്സവത്തിൽ പങ്കെടുക്കാനെത്തുന്ന ഭക്തർക്കായി വെള്ളിമാടുകുന്ന ആശ്രമത്തിലും ബ്രഹ്മസ്ഥാന പരിസരത്തും വിപുലമായ സൗകര്യങ്ങളും അന്നദാനത്തിനുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ സാന്നിധ്യത്തിൽ നടക്കുന്ന കോഴിക്കോട് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിന് എല്ലാ ആശംസകളും നേരുന്നതായി കവി പി ശ്രീധരനുണ്ണി പറഞ്ഞു. ഏറെ കാലത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം മാതാ അമൃതാനന്ദമയി ദേവി ഈ 31-ാം തീയതി കോഴിക്കോട്ട് എത്തുകയാണ്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തെ അനുഗ്രഹിക്കാൻ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത് ഒരു വലിയ അനുഗ്രഹമായിരിക്കും. ആ അനുഗ്രഹത്തോടൊപ്പം നമ്മുടേതായ രീതിയിൽ നമുക്ക് ഈ ഇലയുമാം ഇഭവുമാം കുസുമവുമാം എന്ന് സാധാരണ നമ്മൾ പറഞ്ഞു. ഏത് രീതിയിൽ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഇല കൊണ്ടും പൂവ് കൊണ്ടും ഒക്കെ ആവാം എന്നുള്ളത്. ഇഭം അവിലുകൊണ്ടാവാം എന്ന് സാധാരണ നമ്മൾ പഴയ പുരാണ ഭാഷയിൽ പറയാറുണ്ട്. ഏതായാലും ഈ സന്ദർഭത്തിൽ ഈ മഹോത്സവത്തിന്, ഈ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് എല്ലാ ആശംസകളും ഞാൻ നേരുന്നു. തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ രക്ഷപ്പെട്ട കോഴിക്കോട് മുക്കത്തെ MDMA കേസ് പ്രതിയെ പിടികൂടാനാകാതെ നട്ടം തിരിഞ്ഞു പോലീസ്. മയക്കുമരുന്ന് ശൃംഖലയിലെ പ്രധാന കണ്ണിയായ മുഹമ്മദ് ഹനീഫയാണ് ഒളിവിൽ പോയത്. അതേസമയം സംഭവത്തിൽ പോലീസിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് DYFI മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകി. ഡൽഹി, ബംഗളൂരു എന്നിവിടങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്നെത്തിക്കുന്ന ശൃംഖലയിലെ പ്രധാനിയായ മുഹമ്മദ് ഹനീഫയെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്നതിനിടെ ഗുജറാത്തിലെ വഡോദരയ്ക്ക് സമീപത്ത് വെച്ച് ട്രെയിനിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. ദിവസങ്ങളേറെ കഴിഞ്ഞിട്ടും പ്രതിയെ പിടികൂടാൻ കഴിയാതെ വന്നതോടെയാണ് DYFI തിരുവമ്പാടി ബ്ലോക്ക് കമ്മിറ്റി മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും ഇവർക്കെതിരെ കർശനമായ വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നുമാണ് ആവശ്യം. ഇതിൽ വീഴ്ച വരുത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ ആഭ്യന്തര വകുപ്പിന്റെയോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെയോ എന്തെങ്കിലും നടപടികളോ അന്വേഷണങ്ങളോ കാണാൻ കഴിയുന്നില്ല. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് പ്രതിയുടെ ഉന്നതതല ബന്ധം, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുമായിട്ടുള്ള ബന്ധം, KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ടുള്ള പ്രതിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കുള്ള ബന്ധം, ഈ ബന്ധമെല്ലാം പ്രതിയെ രക്ഷപ്പെടുന്നതിന് സഹായമായിട്ടുണ്ടോ എന്ന് നാട്ടുകാർ ഞങ്ങൾ സംശയിക്കുന്നുണ്ട്. പ്രതിക്ക് രക്ഷപ്പെടാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും പരാതിയിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന് പുറത്തേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് ഒളിവിൽ പോയ പ്രതിയെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്ന ആവശ്യവും DYFI ഉന്നയിക്കുന്നുണ്ട്. കഴിഞ്ഞ ഏപ്രിലിലാണ് മുക്കത്തെ വാടക വീട്ടിൽ നിന്ന് 8.8 കിലോഗ്രാമിലധികം MDMAയുമായി മുഹമ്മദ് ഹനീഫയെയും കൂട്ടാളിയെയും പോലീസ് പിടികൂടുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉത്തര കേരളത്തിൽ കളിയാട്ട മഹോത്സവങ്ങൾക്ക് സമാപനം കുറിക്കുന്ന കലശ മഹോത്സവത്തിന് നീലേശ്വരം മന്നംപുറത്തുകാവ് ഒരുങ്ങി. 10,000 ദർശനം തേടുന്ന കലശ മഹോത്സവത്തിന്റെ പൂത്താക്കൽ ചടങ്ങ് കളരികൾ കേന്ദ്രീകരിച്ച് നടന്നു. കലശ മഹോത്സവം ഞായറാഴ്ച നടക്കും. ഉത്തര കേരളത്തിൽ കളിയാട്ടക്കാലത്തിന് സമാപനം കുറിച്ച് നീലേശ്വരം മന്നംപുറത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ കലശ മഹോത്സവം ഞായറാഴ്ച നടക്കും. കലശ മഹോത്സവത്തിന് മുന്നോടിയായി തെക്കുവടക്ക് കളരികളിൽ നിന്നുള്ള പൂക്കാർ സംഘം ഗ്രാമങ്ങളിലെത്തി ആരവം മുഴക്കിക്കൊണ്ട് കവുങ്ങിൻ പൂക്കുലകൾ ശേഖരിച്ച് കളരികളിലേക്ക് മടങ്ങി.
പതിനായിരങ്ങൾ ദേവീ ദർശനം തേടുന്ന കലശമഹോത്സവത്തിൽ കലശകുംഭങ്ങൾ ആർപ്പുവിളികളോടെ കാവ് വലം ചെയ്യും. ഒപ്പം നടയിൽ ഭഗവതി, കാളരാത്രി, ക്ഷേത്രപാലകനീശ്വരൻ, കൈക്ലോൻ തെയ്യങ്ങളുടെ തിരുമുടിയുയരും. കോലധാരികളുടെ നടയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം 3 മണിക്കൂർ നീളുന്ന പ്രസന്ന പൂജയോടെ ശാക്തേയ ചൈതന്യങ്ങളായ ദേവതമാർ ഭക്തസമക്ഷം അനുഗ്രഹം ചൊരിയും. 1:30 ഇരുന്നാൽ 4:30 3 മണിക്കൂർ പൂജ ഉണ്ടാവും. 4:30 നട തുറന്നാൽ പൂക്കണിച്ചതിന് കൂടെ മുഹൂർത്തം കുറിക്കും. പുതിയ കുട വെക്കണം. പാരമ്പര്യ വിധിപ്രകാരം കലശത്തട്ട് അലങ്കരിക്കുന്ന പ്രവൃത്തികൾ ശനിയാഴ്ച നടക്കും. ഞായറാഴ്ച രാവിലെ കളരികളിൽ നിന്ന് ചക്കയും തേങ്ങയും കാവിലെത്തിക്കുന്നതോടെ കലശോത്സവ ചടങ്ങുകൾക്ക് തുടക്കമാകും. നീലേശ്വരം ആര്യക്കര ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് മീൻഗോവ സമർപ്പണവും നടക്കും. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെ മന്നംപുറത്ത് കാവിന്റെ തിരുമുറ്റത്ത് ദേവതമാരുടെ തിരുമുടിയുയരും. അമൃത ന്യൂസ്, കാസർഗോഡ്. കോതമംഗലം കീരമ്പാറ പഞ്ചായത്തിൽ കഠിന ദുരിതത്തിലായി 4 കുടുംബം. വീട്ടിലെ 3 പേർ രോഗാവസ്ഥയിൽ നട്ടം തിരിയുകയാണ്. അതിനിടെ പണി പൂർത്തിയാകാത്ത വീട് ജപ്തി ഭീഷണിയിലുമായി. സുമനസ്സുകൾ സഹായം നൽകുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം. കോതമംഗലം കീരമ്പാറയിലെ പുന്നേക്കാടുള്ള ഒരു കുടുംബത്തിൻ്റെ ദയനീയ അവസ്ഥയാണിത്. കുടുംബത്തിന് താങ്ങാവേണ്ടവർ കിടപ്പ് രോഗികളായി മാറിയിരിക്കുകയാണിവിടെ. കീരമ്പാറ പഞ്ചായത്ത് 3-ാം വാർഡിൽ താമസിക്കുന്ന പുന്നേക്കാട് സ്വദേശി മംഗളത്ത് സജി കുര്യാക്കോസ്, ഭാര്യ മിനി ചാക്കോ, ഇവരുടെ 2 പെൺമക്കൾ എന്നിവരടങ്ങുന്ന കുടുംബത്തിനാണ് ഈ ദുരവസ്ഥ വന്നുചേർന്നിരിക്കുന്നത്. ക്യാൻസറിൻ്റെ 4ാം ഘട്ടത്തിൽ ചികിത്സയിലാണ് മിനി. കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്ന ഭർത്താവ് സജിക്ക് പ്രമേഹം കൂടി കിടപ്പിലായതോടെ പണിക്ക് പോകാനാവുന്നില്ല. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ 100% വൈകല്യം നേരിടുന്നു. 2ാമത്തെ മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവരുടെ ഭാവിയും ഇപ്പോൾ അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. കാലിന് ഷുഗർ വന്ന് ബാധിച്ച് ഇങ്ങനെ എനിക്ക് വേറെ ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാനിവിടെ ഇരിപ്പാണ്. എൻ്റെ ഭാര്യയ്ക്ക് അർബുദം ബാധിച്ച് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ മൂത്ത കൊച്ചിന് ജന്മനാൽ 100% വികലാംഗിയാണ്. അതിൻ്റെ കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളൊക്കെ നോക്കണം. പണി പൂർത്തിയാക്കാത്ത വീട് ജപ്തി ഭീഷണിയിലാണ്. ഏത് നിമിഷവും വീട്ടിൽ നിന്നിറങ്ങേണ്ട അവസ്ഥയിലാണ്. ക്യാൻസറിനോട് പോരാടുന്ന മിനിയുടെ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 7 ലക്ഷത്തിനടുത്ത് രൂപ കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു മാസം മരുന്നുകൾക്ക് 6000 രൂപ ചിലവാകുമ്പോഴാണ് ബാങ്കിൻ്റെ ജപ്തി ഭീഷണിയും. ബാങ്കിൽ അതിൻ്റെ പലിശയും മുതലും ഗഡുക്കളായി അടയ്ക്കാൻ സാധിച്ചില്ല. ഞങ്ങളെ കൊണ്ട് ഒരു കഴിവുമില്ല. എത്രയും പെട്ടെന്ന് ഇന്നലെ വരെ ഞങ്ങൾ വിളിച്ചു, ബാങ്കിൽ നിന്ന് ഭീഷണിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് പൈസ അടച്ചില്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞതിന് മുമ്പ് ഇറങ്ങിക്കോളും എന്നാണ് പറഞ്ഞേക്കണം. ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാൻ പറഞ്ഞത് ഇരിക്കുക. ഞങ്ങളെല്ലാവരും കൂടി സഹായിക്കണം. ഈ കുടുംബത്തിന് സർക്കാരിൻ്റെ കരുതലും സമൂഹത്തിൻ്റെ കരുണയും ആവശ്യമാണ്. ആ പ്രതീക്ഷയിലാണ് കുടുംബം. അമൃത ന്യൂസ്, കൊച്ചി. പ്രതിസന്ധികളെ തരണം ചെയ്ത് രോഹിത് കരസ്ഥമാക്കിയത് അഭിമാന നേട്ടം. കണ്ണൂർ പിണറായി എടക്കടവിലെ ഈ കൊച്ചുമിടുക്കൻ സാഹചര്യങ്ങളോട് പടവെട്ടിയാണ് പഠനത്തിലും കായിക മേഖലയിലും വിജയം കൊയ്തത്. വായനശാലയിലെ വെളിച്ചത്തിലെ പഠനവും ജീവിക്കാനുള്ള നെട്ടോട്ടവും രോഹിത്തിനെ മറ്റു കുട്ടികളിൽ നിന്ന് വ്യത്യസ്തനാക്കുകയാണ്. ഭീമാകാരമായ വാഗമരച്ചോട്ടിൽ പഴയതും കീറിയതും ദ്രവിച്ചതുമായ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയുണ്ടാക്കിയ ഒറ്റമുറി വീട്. ആരോ പണിതുയർത്തിയ ചുറ്റുമതിലിന്റെ താങ്ങാണ് ഈ പ്ലാസ്റ്റിക് കൂരയ്ക്കുള്ളത്. വീടെന്ന് വിശേഷിപ്പിക്കാൻ കഴിയില്ലെങ്കിലും ഈ 5-അംഗ കുടുംബം അന്തിയുറങ്ങുന്നത് ആരുടെയൊക്കെയോ കരുതലുള്ളതുകൊണ്ടാവാം. 12 വർഷങ്ങൾക്ക് മുമ്പ് കർണാടക ഉൻസൂരിൽ നിന്നും പിണറായി പാറപ്പുറത്തെത്തിയതാണ്. മീൻപിടുത്തമല്ലാതെ മറ്റൊന്നും വശമില്ല അണ്ണയ്യയ്ക്ക്. കഠിനാധ്വാനം ശരീരത്തെ ആകെ തളർത്തിയിരിക്കുകയാണ്. രാത്രി ഒരു 2-3 മണിക്കെല്ലാം പോകും. രാവിലെ ഒരു 6-7 മണിക്കെല്ലാം തിരിച്ചു വരും. മഴക്കാലത്ത് ഭയങ്കര കഷ്ടമാണ്. മഴവെള്ളം ഉണ്ടാവും, പിന്നെ മീൻ അങ്ങനെ അത്ര ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ നമുക്ക് അങ്ങനെ പണിയൊന്നും അത്ര ഇതില്ല. അതുകൊണ്ട് പിന്നെ പിള്ളേർ പഠിച്ചോട്ടെ എന്നിട്ട് ഒരേ സ്ഥലത്ത് ഇവിടെ നിൽക്കുന്നു. ഇങ്ങനെ ഇവിടെ നമുക്ക് സ്ഥലം ഉണ്ടെങ്കിൽ പഞ്ചായത്തിന് ചിലപ്പോൾ വീട് കിട്ടുന്നു. സ്ഥലമൊന്നുമില്ല.
ഈ ടെൻറ്റിൽ തന്നെ 10-12 കൊല്ലം ഇവിടെ തന്നെ. അച്ഛൻ്റെ പങ്കായമെടുത്ത് തോണിയിലേറി പോകുമ്പോൾ രോഹിത്തിൻ്റെ മനസ്സിൽ നിറയെ സ്വപ്നങ്ങളാണ്. ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വപ്നങ്ങൾ. രാത്രി 2 മണിക്ക് മീൻ പിടിക്കാൻ പോയാൽ അതിരാവിലെ തിരിച്ചെത്താം. പിന്നീട് സ്കൂളിലേക്കുള്ള യാത്ര. ഡെയിലി മീനെ പിടിക്കാൻ അച്ഛൻ്റെ അപ്പുറം ചിലപ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ട് 2 മണിക്ക് എണീക്കും. അത് കഴിഞ്ഞ് രാവിലെ സ്കൂളിൽ പോകും. അതിനുശേഷം വീട്ടിലൊരു കുറച്ച് സമയം കളിക്കാൻ പോകും. പിന്നെ രാത്രി 5 പഠിക്കും. ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വായനശാല അവിടെ നിന്ന് പഠിക്കും. അവിടെ ലൈറ്റ് ഉള്ളതുകൊണ്ട്. പരിമിതികളുടെ കൂരയിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള പെടാപ്പാടിലാണ് ഈ കുടുംബം. പകലിവിടെ പഠിക്കും, പിന്നെ രാത്രി പോയിട്ട് അവിടെ പഠിക്കാനൊക്കെ എങ്ങനെയുണ്ട്? പഠിക്കും, നല്ല പഠിക്കും. എൻ്റെ കൂടെ പണി പോകും. പണി ഇതെല്ലാം പോകും, മീൻ പണി. കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടാൻ രോഹിത്തിന് സാധിച്ചു. വെളിച്ചമില്ലാത്ത കൂരയിൽ അല്പം മാറി ശ്രീനാരായണ വായനശാലയിലെ നേരിയ വെളിച്ചത്തിലായിരുന്നു പഠനം. രോഹിത്തിന്റെ വിജയത്തിന് തിളക്കമേറെയാണ്. സാഹചര്യങ്ങളോട് പടവെട്ടി നേടിയ വിജയമാണ് രോഹിത്തിൻ്റേത്. ഇനി സ്വപ്നങ്ങൾക്കൊപ്പം നടന്നു നീങ്ങാൻ നമ്മുടെ കൈത്താങ് വേണം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ. തീർച്ചയായും പ്രേക്ഷകരുടെ കൈത്താങ്ങ് ഈ കുടുംബത്തിന് ആവശ്യമാണ്. ഈ കുടുംബത്തിന് മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ട കുടുംബത്തിനും ആവശ്യമാണ്. നിങ്ങളുടെ ചെറിയ സഹായങ്ങൾ പോലും അവർക്ക് വലിയ പ്രതീക്ഷയുടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വഴിയിൽ വലിയ വെളിച്ചമാകും. CBSE +2 പരീക്ഷയിൽ 100 മേനി വിജയത്തിനൊപ്പം അഭിമാന നേട്ടവും കൈവരിച്ച് കണ്ണൂർ അമൃത വിദ്യാലയം. 9 വിദ്യാർത്ഥികൾ ഡിസ്റ്റിങ്ഷനും നിനൈ വയോദ് സയൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. പാഠ്യേതര വിഷയങ്ങൾക്കും മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പ്രാധാന്യം നൽകി വിജയഗാഥ തീർക്കുകയാണ് ഈ മാതൃകാ വിദ്യാലയം. കഴിഞ്ഞ വർഷങ്ങളിലെന്ന പോലെ ഇത്തവണയും CBSE +2 പരീക്ഷയിൽ മികവാർന്ന നേട്ടം കൈവരിച്ചിരിക്കുകയാണ് കണ്ണൂർ അമൃത വിദ്യാലയം. 23 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 9 പേർ ഡിസ്റ്റിങ്ഷനും 7 പേർ ഫസ്റ്റ് ക്ലാസും നേടി. നിനൈ വയോദ് 97.8% മാർക്കോടെ സംസ്ഥാനത്തെ അമൃത വിദ്യാലയങ്ങളിലും കണ്ണൂർ ജില്ലയിലെ സയൻസ് വിഭാഗത്തിൽ 1ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ ഭയങ്കര പീസ്ഫുള്ളും അതുപോലെ ഭയങ്കര സന്തോഷം നിറഞ്ഞതായിരുന്നു. അതായത് ബാക്കി സ്കൂൾസിലൊന്നും പോലെ അല്ലാതെ കുറച്ചും കൂടി നല്ല ആംബിയൻസ് ആയിരുന്നു ഇവിടുത്തെ ആ ഒരു അന്തരീക്ഷവും. പഠിക്കുമ്പോൾ മാത്രമല്ല, എല്ലാത്തിനുള്ള ആ ഒരു എൻവയോൺമെൻറ്റ് വളരെ നല്ലതായിരുന്നു. അതുപോലെ തന്നെ ടീച്ചേഴ്സിന് കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഭയങ്കര നല്ലതായിരുന്നു. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള രീതിയിലായിരുന്നു. ദർശൻ രാകേഷ്, ഋതിക് രാജു, നിവേദ്യ മാധവൻ, നിഹാരിക നിർമ്മൽ, ഫിസ ഫാറൂഖ്, ശ്രീയുക്ത സുശീൽ, ഗായത്രി KC, നിവേദ്യ C, കൃഷ്ണപ്രിയ KP എന്നിവർ ഉന്നത വിജയം നേടി അഭിമാന താരങ്ങളായി. എല്ലാ കുട്ടികളും നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് അവരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടും പിന്നെ ടീച്ചേഴ്സ് എല്ലാം കോൺസ്റ്റൻ്റ് ആയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഗൈഡും ഒരു കാറ്റലിസ്റ്റായിട്ടും അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിയുള്ള പഠനത്തിന് പുറമെ അക്കാദമിക് മെന്ററുടെ മാർഗനിർദ്ദേശങ്ങളും വിജയ നിലവാരം ഉയർത്താൻ സഹായകരമായി. ഞങ്ങളെല്ലാവരും ഈ സന്തോഷം അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ഹെഡ് ഓഫീസിൽ നിന്നുള്ള നല്ല സപ്പോർട്ടുണ്ട്. അക്കാഡമിക്കിലെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അക്കാഡമിക് മെൻറ്റർ കവിത മാഡം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സിസ്റ്റമാറ്റിക്കായിട്ട് കൊടുക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം കലാകായിക പരിശീലനത്തിനും തൊഴിൽ സാങ്കേതിക നൈപുണ്യ വികസനത്തിനും വിദ്യാലയം പ്രാധാന്യം നൽകുന്നു. കുട്ടികളുടെ സർഗവാസനയ്ക്ക് പ്രദർശനങ്ങളും ആത്മവിശ്വാസത്തോടൊപ്പം വ്യക്തിത്വവും വളർത്തുന്നതിന് അമൃത ലീപ് പോലെയുള്ള വ്യത്യസ്ത കർമ്മ പദ്ധതികളും സ്കൂളിൽ ആവിഷ്കരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കണ്ണൂർ. സമാധാന കരാറിനെ കുറിച്ചുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദങ്ങളെ തള്ളുകയാണ് ഇറാൻ. ട്രംപിന്റെ പ്രസ്താവനകൾ സത്യവും അസത്യവും കലർന്നതാണ് എന്നാണ് ഇറാൻ പറയുന്നത്. ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്നും സമാധാന കരാറിൽ അത്തരമൊരു വ്യവസ്ഥയില്ലെന്നും ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമുസ് കടലിടുക്ക് നിബന്ധനകളില്ലാതെ തുറക്കുമെന്നും ഇറാൻ തങ്ങളുടെ ആണവ സാമഗ്രികൾ നശിപ്പിക്കുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. താരസംഘടന അമ്മയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതിനും അപ്പുറത്തേക്ക് പോയോ? വനിതാ ജംഗ്ഷൻ കാണാം. നമസ്കാരം. ഏറെ പ്രതീക്ഷയോടെ വന്ന ഒരു സംഘടന, സിനിമയിലെ ഒരു കൂട്ടം ആളുകൾക്ക് കൈത്താങ്ങാകുന്ന അമ്മ സംഘടന. ആ സംഘടനയിൽ ചേരിപ്പോര് അതിരൂക്ഷം.
നേതൃത്വത്തിന്റെ തലപ്പത്ത് വനിതകൾ വന്നപ്പോൾ ഏറെ പ്രതീക്ഷയായിരുന്നു. ജെൻഡർ ഇക്വാലിറ്റി പാലിക്കപ്പെടുന്നില്ലേ? എന്തു വിഷയങ്ങളും പ്രശ്നങ്ങളും തലപ്പത്തിരിക്കുന്നവർക്ക് കേൾക്കാനും തിരുത്താനും മനസ്സ് വേണം. അമ്മയിലെ പ്രശ്നങ്ങൾക്കും പൊട്ടിത്തെറിക്കും കാരണമെന്ത്? പിഴച്ചത് എവിടെ? ഈ വിഷയമാണ് വനിതാ ജംഗ്ഷൻ ഇന്ന് പരിശോധിക്കുന്നത്. സ്വപ്ന ഈ പറഞ്ഞ പോലെ തന്നെ 32 വർഷമായി അമ്മ എന്ന സംഘടന ഉണ്ടായിട്ട് ചരിത്രത്തിൽ ആദ്യമായി വനിതകൾ തലപ്പത്തേക്ക് വരുന്നു. വനിതകൾ നയിക്കുന്ന ഒരു സംഘടനയാണ്, ചരിത്രത്തിൽ ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് ആ സംഘടന എല്ലാവരും ഉറ്റുനോക്കിയത്. ഒരു ഭരണമാറ്റം വേണമെന്നൊക്കെ ആ അംഗത്വത്തിലുള്ളവർ പലരും ആവശ്യപ്പെട്ടിരുന്നു. സ്ത്രീകൾ വരണം, എന്നാൽ മാത്രമേ സ്ത്രീകൾക്ക് ജെൻഡർ ഇക്വാലിറ്റി അവിടെ പാലിക്കപ്പെടുകയുള്ളൂ എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോഴും എല്ലാവരുടെയും ആവശ്യം അത് തന്നെയായിരുന്നു. അങ്ങനെ അവരുടെയൊക്കെ ആഗ്രഹപ്രകാരം അങ്ങനെ ഒരു വനിതകളാണ് ആ തലപ്പത്തേക്ക് വന്നത് എന്നുള്ളതാണ്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആവുന്നു, ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ, അൻസിബ, അങ്ങനെ നീണ്ട നിര തന്നെയായിരുന്നു ആ ഒരു തലപ്പത്തേക്ക് വന്ന അംഗങ്ങളിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ആ പ്രതീക്ഷയ്ക്ക് അതിനൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കുറച്ച് ദിവസമായി അമ്മ സംഘടനയിൽ ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ. അതിനൊന്നും ഒരു പരിഹാരം കാണാൻ ഈ വനിതകൾക്ക്, അല്ലെങ്കിൽ ഈ പ്രസിഡന്റ് ആകട്ടെ, ജനറൽ സെക്രട്ടറിക്ക് ആകട്ടെ, അല്ലെങ്കിൽ അതിലുള്ള മറ്റ് അംഗങ്ങൾക്കാകട്ടെ അതിന് സാധിക്കുന്നില്ല. ആ പ്രതീക്ഷകൾക്കൊക്കെ മങ്ങലേൽപ്പിച്ചുകൊണ്ടാണോ ഇപ്പോൾ തലപ്പത്തിരിക്കുന്ന ഈ വനിതാ പ്രസിഡന്റ് അടക്കമുള്ളവർ പെരുമാറുന്ന എന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയയിലടക്കം അമ്മയിലെ മുതിർന്ന അംഗങ്ങൾ പോലും ഉന്നയിക്കുന്നത്. എന്താണ് സ്വപ്നയുടെ അഭിപ്രായം? തീർച്ചയായും ഈ 94 ഈ സംഘടന രൂപീകൃതമായ അന്ന് മുതൽ നമ്മൾ കേട്ട് വന്നിരുന്നതാണ്. ഇതൊരു പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള അമ്മ എന്ന സംഘടന. ആ പേര് മാത്രമാണ് അമ്മ, പക്ഷേ ഇത് ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നൽകുന്ന നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ കൂടിയും ഇത് ഒരു പുരുഷ കേന്ദ്രീകൃതം അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന ഒരു സംഘടന എന്ന രീതിയിലുള്ള ആ ഒരു പേര് ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ കടന്ന് മാറി വന്ന് ഈ അപ്പോൾ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകൾ ഈ ഒരു അധികാര കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളാണ്. കാരണം ഈ സംഘടനയ്ക്കുള്ളിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് സ്ത്രീകളായ കലാകാരികൾ തന്നെയാണ്. അപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കൂടുതൽ നന്നായി മനോഹരമായി നേരിടാൻ അല്ലെങ്കിൽ കൈകാര്യം ചെയ്യാൻ ഒരുപക്ഷേ അതിൻ്റെ അമ്മ എന്ന ഈ സംഘടന തലപ്പത്തേക്ക് സ്ത്രീകൾ എത്തുമ്പോൾ അത് സാധിക്കും എന്ന ഒരു വലിയൊരു ആത്മവിശ്വാസം. പക്ഷേ അത് ആ തുടക്കത്തിലുള്ള ആത്മവിശ്വാസം എനിക്ക് തോന്നുന്നു കുറച്ച് ദിവസം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു എന്ന് വേണം കാണാൻ. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുന്നു, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആകുന്നു. ആർക്കാണ് അധികാരം കൂടുതൽ എന്ന ഒരു തർക്കത്തിൽ തുടങ്ങിയ ആ ഒരു ഈഗോയാണ് ഒരു പക്ഷേ പിന്നെ അത് തൊട്ട് ദൈനംദിന കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരമുള്ള, അല്ലെങ്കിൽ ഭരണസമിതിയിലെ അംഗങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ചെറിയ ചെറിയ വാക്തർക്കങ്ങളിലേക്ക്, ഏറ്റുമുട്ടലിലേക്ക് കടന്ന് അത് എന്താണ് പരസ്പരം അതൊരു അമ്മ എന്ന സംഘടനയെ പുറത്തുനിന്നുള്ള സാധാരണക്കാർ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്. കുറച്ച് എലൈറ്റ് ആയിട്ടുള്ള അവർ പ്രതീക്ഷിക്കുന്നതും ആ ഒരു നിലവാരം തന്നെയാണ്. പക്ഷേ അതിൽ നിന്നൊക്കെ മാറി ഈ സാധാരണക്കാർ കിടന്ന് വഴക്കുണ്ടാക്കുന്നത് പോലെ അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പോലെയൊക്കെയുള്ള ഒരു തലത്തിലേക്ക് ഇപ്പോൾ ഈ ഒരു സംഘടന മാറിയത് അങ്ങേറ്റം പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. പ്രധാനമായും ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനകത്തുള്ള അംഗങ്ങൾ തമ്മിലുള്ള, അതായത് വനിതാ അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ശ്വേതാ മേനോനും അല്ലെങ്കിൽ കുക്കു പരമേശ്വരും തമ്മിലുള്ള ആ ഒരു പവർ പോയിന്റ്, അവർക്ക് കീഴിൽ ഈ സംഘടന അങ്ങ് രണ്ടായി നിന്നുകൊണ്ട് ചില കാര്യങ്ങളിൽ നിലപാടെടുക്കുന്നതും തീരുമാനമെടുക്കുന്നതുമൊക്കെയാണ് ഈ ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് നയിച്ചത് എന്നാണ്. പക്ഷേ എന്തായാലും അത് പുറത്തു പറയാനാകാത്ത വിധം പരസ്പരം ചെളി വാരിയെറിയുന്ന ഒരു തലത്തിലേക്കൊക്കെ ഈ കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നതും അത് ഈ രീതിയിൽ തുടർന്നു കൊണ്ടുപോകുന്ന അങ്ങേറ്റം അനാരോഗ്യകരമായ ഒരു സാഹചര്യം തന്നെയാണ് എന്നാണ് എടുത്ത് പറയേണ്ടത്. അതെ, അതായത് നമുക്കറിയാം ഏറ്റവും മുതിർന്ന അംഗങ്ങളൊക്കെ ഉണ്ട്. അതായത് മല്ലിക സുകുമാരൻ, മാലാ പാർവതിയൊക്കെ പറയുന്നത് ഈ അമ്മയിലെ കാര്യങ്ങൾ പുറത്ത് പറയാൻ തന്നെ നാണക്കേടാണ്, അത്രത്തോളം രൂക്ഷമാണ്, അല്ലെങ്കിൽ അത്രത്തോളം ഈ പറയുന്ന പോലെ ചെളി വാരിയെറിയുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയെറിയുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവർക്ക് പോലും അമ്മയിൽ എന്താണ് നടക്കുന്നത് എന്ന് തുറന്നു പറയാൻ സാധിക്കാത്ത അത്രത്തോളം സുതാര്യമല്ല എന്നാണ് ഇവർ പറയുന്നത്. ഇതിൽ നടക്കുന്ന പല കാര്യങ്ങളും സുതാര്യമല്ല, അല്ലെങ്കിൽ ഇതൊക്കെ ഞങ്ങൾ അറിയണമെങ്കിൽ പുറത്തുള്ള ഏതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ വേണമോ? മല്ലിക സുകുമാരൻ്റെ ഒരു ബൈറ്റ് നമ്മൾ കേട്ടതാണ്. പുറത്തുള്ള ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്, അങ്ങനെയാണോ ഞങ്ങൾ അറിയേണ്ടത്, അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്, ശരിക്കും അങ്ങനെയാണോ ഇത് അറിയേണ്ടത്? ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ എത്രത്തോളം ഇതിലുള്ള അംഗങ്ങളെ അല്ലെങ്കിൽ പരസ്പരം ഈ ഭരണസമിതിയൊക്കെ ബോധ്യപ്പെടുത്തി പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നു, അവതരിപ്പിക്കാൻ കഴിയുന്നു, അത് കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നതായിരിക്കും ഒരുപക്ഷെ ഇതിനുള്ള ഏറ്റവും വലിയ ഒരു ഉപാധി, ഒരു തർക്കങ്ങൾ ഇന്ന് മാറി നിൽക്കാൻ. പക്ഷേ നിലവിലെ ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആ തലങ്ങളെല്ലാം മാറി പോലീസിലേക്കും നിയമ നടപടികളിലേക്കും ഒക്കെ മാറുന്ന
സത്യാധിഷ്ഠിതമായ ആക്ഷേപം. അതാണ് ഈ സംഘടനയിലെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് സംഘടനയിൽ മാത്രം ഒതുങ്ങുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ചോദ്യം. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പലരും മാറി നിന്നിരുന്നു. മമ്മൂട്ടിയാകട്ടെ, മോഹൻലാലാകട്ടെ. എന്തിന് അൻസിബ മത്സരിക്കുന്നത് എങ്ങനെയാണ്? രമേശ് പിഷാരടി മത്സരിക്കേണ്ട സ്ഥാനത്തേക്കാണ് അൻസിബ വരുന്നത്. അങ്ങനെ എല്ലാവരും വഴിമാറിക്കൊടുത്തു. വനിതകൾ വരട്ടെ, എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ എന്നുള്ളൊരു പ്രതീക്ഷയോടെയാണ് ഈ തലപ്പത്തേക്ക് ഈ അംഗങ്ങൾ വരുന്നത് എന്നത് ഏറെ ശ്രദ്ധേയമാണ്. പക്ഷേ ഒരു മറുതലം കൂടി എനിക്കിപ്പോൾ തോന്നുന്നതെന്ന് വെച്ചാൽ ഈ ഒരു അല്ലെങ്കിൽ ഇന്നസെൻ്റ്, ഇടവേള ബാബു, അങ്ങനെ കുറച്ച് ഒരു പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ പവർ പോയിന്റ് എന്നൊക്കെ ഇതിൽ പറയുന്ന ആളുകൾ ആ പവർ ഗ്രൂപ്പ് ഭരിച്ചിരുന്ന അല്ലെങ്കിൽ അവർ കൈകാര്യം ചെയ്തിരുന്ന ഇടപാടുകളിൽ തങ്ങൾ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് വേണ്ട കൃത്യമായ ഒരു പ്രാതിനിധ്യം നൽകുന്നില്ല എന്ന ആ ഒരു അലമുറകളിലൊക്കെ വളരെ കാലമായി ഉണ്ടായിരുന്നതാണ്. എന്നാൽ ഇവരും ഈ തലപ്പത്തോട്ട് വന്ന് പഠിക്കട്ടെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, ഇതിൻ്റെ ഭാരം എത്രയാണ് എന്നൊക്കെ ഇവർ അറിയട്ടെ എന്നുള്ള ഒരു ചിന്ത കൂടിയായിരിക്കും. അതായത് ഈ സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വന്നപ്പോൾ കൊടുത്തിരുന്ന ആദ്യ ബൈറ്റ് നമ്മൾ കണ്ടതാണ്. അതായത് മുൾക്കിരീടമാണ് ഞാൻ തലയിലെടുത്ത് വെക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്വേതാ മേനോന്റെ ഫസ്റ്റ് ബൈറ്റ് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ബോധ്യത്തോടു കൂടി തന്നെയാണ് ശ്വേതാ മേനോൻ ഈ ഒരു തലപ്പത്തേക്ക് എത്തുന്നതും ഇത് ഏറ്റെടുക്കുന്നതും. ഈ സംഘടനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നത് ശ്വേതാ മേനോൻ മാത്രമല്ല, ജനറൽ സെക്രട്ടറിയുണ്ട്, മറ്റംഗങ്ങളുണ്ട്. അവരെല്ലാം ഒരുമിച്ച് നിന്ന് വേണം ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നുള്ളത്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ സംഘടന ശരിക്കും പറഞ്ഞ ഒരു വെൽഫെയറിന് വേണ്ടി, അതായത് സിനിമാ രംഗത്തുള്ള അംഗങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുന്ന, അവശ്യ കലാകാരന്മാർക്ക് മാറി നിൽക്കുന്ന കലാകാരന്മാർക്ക് ഒരു താങ്ങാകുന്നതാണ്. അത് നമുക്ക് അമ്മയെ മോശപ്പെടുത്താനും കഴിയില്ല. എനിക്ക് ഒരുപാട് പേർക്ക് വളരെയധികം സഹായങ്ങളടക്കം കൃത്യമായി ഈ സംഘടന നൽകുന്നുമുണ്ട്. അതൊരു വളരെ നല്ലൊരു കാര്യമാണ്, പ്രശംസനീയമായ കാര്യമാണ്. പക്ഷേ അത് ഇത്തരത്തിൽ ഇതിലേക്ക് ഇതൊരു ചാരിറ്റി സംഘടന എന്ന രീതിയിലേക്ക് കൂടി, തലത്തിലേക്ക് കൂടി ഇത് മാറുകയാണ് ആ ഒരു ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നതുകൊണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇപ്പോൾ ഈ അൻസിബ ഉന്നയിച്ച ഒരു പ്രധാന കാരണം തന്നെ അതാണ്. അതായത് ഇതിലേക്ക് വരുന്ന പണം, അല്ലെങ്കിൽ ഒരു ബൈലോ അനുസരിച്ച് ഇതിലേക്ക് പണം എങ്ങനെ വരണം, അത് ചിലവഴിക്കണം എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു നടപടിക്രമങ്ങളും നീതീകരണവും ഒക്കെ ഉണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന രീതിയിൽ, അവരുടെ സ്പോൺസർഷിപ്പ് എന്ന രീതിയിൽ വന്ന ഒരു ഫണ്ട്, അപ്പം അത് കൈകാര്യം ചെയ്ത രീതി, അത് ഏറ്റെടുത്ത രീതി, അതിൽ ഈ ശ്വേതാ മേനോൻ അടക്കമുള്ളവരുടെ ഇടപെടൽ, നിലപാടുകൾ, ഇതൊക്കെയാണ് വലിയ രീതിയിൽ ചർച്ച ചെയ്തതും ഒരു വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ കൊണ്ട് എത്തിച്ചതും എന്ന് വേണം മനസ്സിലാക്കുക. ബൈലോയ്ക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നു എന്ന പ്രധാനമായൊരു ആക്ഷേപം അവർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും പിന്നെ അത് കുറച്ചുകൂടി വ്യക്തിപരമായ ലക്ഷ്മിപ്രിയയും അൻസിബയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ അത് വ്യക്തിപരമായി പോകുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തിപരം. വനിതാ ജംഗ്ഷന്റെ പൂർണ്ണ രൂപം അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. ഇനി നമുക്ക് ബിസിനസ് വാർത്തകളിലേക്ക്. വിപണിയുടെ വിലയിരുത്തൽ ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് നൽകും. സ്വാഗതം ശ്രീ ദിലീപ്. ഗുഡ് മോർണിംഗ്. കേരളത്തിലേക്ക് ഇന്നത്തെ വിപണി എങ്ങനെയാണ് വിലയിരുത്തേണ്ടത്? 1.5% നഷ്ടത്തിലാണ് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചത്. അതോടെ ഈ മാസം വിപണിയിൽ ഏതാണ്ട് 2% നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. മുൻനിര സൂചികയായി നിഫ്റ്റി 1.9%, സെൻസെക്സ് 2.8% നഷ്ടമാണ് ഈ മാസം അവസാനിക്കുമ്പോൾ ഉണ്ടായത്. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വിപണിയിൽ ഉണ്ടായിരുന്നു. ആഗോള സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഒരു അസ്വസ്ഥതയാണ് വിപണിയെ ഈ ഒരു നഷ്ടത്തിലേക്ക് നീങ്ങിയത്. എന്നാൽ US വിപണി സർവകാല റെക്കോർഡ് നിലവാരത്തിൽ വ്യാപാരം തുടരുമ്പോഴും നമ്മുടെ വിപണിയിൽ ഉണ്ടായിട്ടുള്ള ഈ വിൽപ്പനയുടെ പ്രധാനപ്പെട്ട കാരണം വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളാണ്. കഴിഞ്ഞ ദിവസവും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ വലിയ വിൽപ്പനയാണ് വിപണി നടത്തിയത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ ഒരു ദിവസം ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിൽപ്പനയാണ് ഇന്നലെ വിപണിയിൽ ഉണ്ടായത്. ഏതാണ്ട് 21,000 കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഇന്നലെ വിപണിയിൽ നടത്തിയത്. അതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു വിപണിയിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയും. അടുത്ത ആഴ്ചയും വിപണിയിൽ ഈ രീതിയിലുള്ള നേരിയ തോതിലെങ്കിലും വിൽപ്പന തുറന്നേക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഈ മാസം ജൂൺ മാസം 3 മുതൽ 5 വരെ നടക്കുന്ന റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗത്തിൽ നിരക്കുകളിൽ മാറ്റമില്ലാതെ തുറന്നേക്കാനുള്ള തീരുമാനമാവും എടുക്കുക. വരും ദിവസങ്ങളിൽ രാജ്യത്ത് പണപ്പെരുപ്പം കൂടിയേക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കെ റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകന യോഗം വളരെ നിർണായകമാണ്. രാജ്യത്തിൻ്റെ ധനസ്ഥിതിയെ സംബന്ധിച്ചും വരും നാളുകളിൽ ഏത് തരത്തിലുള്ള നീക്കമായിരിക്കും വിപണിയിൽ ഉണ്ടാവുക, അല്ലെങ്കിൽ സാമ്പത്തിക രംഗത്തുണ്ടാവുക എന്നതിനെക്കുറിച്ചുള്ള റിസർവ് ബാങ്കിൻ്റെ കാഴ്ചപ്പാടുകൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ആഴ്ചയും വിപണിയിൽ ഈ രീതിയിലുള്ള കരുതലോടെയുള്ള നീക്കമായിരിക്കും പ്രതീക്ഷിക്കുന്നത്. അതിനിടെ
US-ഇറാൻ സമാധാന കരാർ പുനഃസ്ഥാപിക്കപ്പെടുകയാണെങ്കിൽ തീർച്ചയായും അതും വിപണിയുടെ ഒരു മുന്നേറ്റത്തിന് ഏറ്റവും പ്രേരകമായി പ്രവർത്തിക്കുകയും ചെയ്യും. അതൊരു പ്രധാന ഘടകം തന്നെയാണ്. എണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റവും രൂപയുടെ മൂല്യത്തിലുണ്ടാകുന്ന മാറ്റവും എല്ലാം അടുത്ത ആഴ്ചയിലും വിപണിയുടെ നീക്കത്തിൽ നിർണായകമായിരിക്കും. എന്തായാലും വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളിലൂടെയുള്ള നീക്കം തന്നെയായിരിക്കും അടുത്ത ആഴ്ചയും പ്രതീക്ഷിക്കുന്നത്. വിപണിയിൽ നേരിയ തോതിലെങ്കിലും വിൽപ്പന തുറന്നേക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. കെ ദിലീപാണ് വിപണിയുടെ വിലയിരുത്തൽ നൽകിയത്. കായിക വാർത്തകളിലേക്ക്. IPL-ൽ ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഗുജറാത്തിന്റെ മുന്നേറ്റം. രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസ് എന്ന വിജയലക്ഷ്യം 18.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് മറികടന്നു. സെഞ്ചുറി നേടിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാണ് ടൈറ്റൻസിന് കരുത്തായത്. 53 പന്തുകളിൽ 104 റൺസാണ് ഗിൽ നേടിയത്. ഓപ്പണർ സായി സുദർശൻ അർദ്ധ സെഞ്ചുറി നേടി. ഓപ്പണിംഗ് വിക്കറ്റിൽ 167 റൺസാണ് ഗില്ലും സായി സുദർശനും ചേർന്ന് ഉയർത്തിയത്. രാജസ്ഥാന് വേണ്ടി വൈഭവ് സൂര്യവംശി 96 റൺസ് എടുത്തിരുന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഗുജറാത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഹോം ഗ്രൗണ്ടായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മുതലാണ് മത്സരം. ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. വാർത്തകളുടെ കൂടുതൽ വിശദാംശങ്ങൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനലിൽ കാണാം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കും.